പക്ഷേ മരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഈ ജീവനക്കാരിൽ പലർക്കും കടമുണ്ടാവും. നോർമലായിട്ട് മരിച്ചാൽ KSRTC 6 ലക്ഷം രൂപ കിട്ടും. ആക്സിഡന്റ് മരിച്ചാൽ 1 കോടി രൂപ കിട്ടും. ഈ 1 കോടി രൂപ മാത്രമല്ല, ഈ 1 കോടി രൂപ കിട്ടുന്ന ഈ ഉദ്യോഗസ്ഥൻ ജീവനക്കാരൻ അച്ഛൻ്റെ അമ്മയുടെ പേര് കൂടി എഴുതി കൊടുത്താൽ അവർക്ക് 5 ലക്ഷം രൂപ വെച്ച് കിട്ടും. 5 10 ലക്ഷം രൂപ അവർക്ക് കിട്ടും. പെൺമക്കളുണ്ടെങ്കിൽ ആ കല്യാണം നടത്താൻ 10 ലക്ഷം രൂപ കൊടുക്കും ഒരു കുട്ടിക്ക്. പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 5 ലക്ഷം രൂപ വെച്ച് കിട്ടും. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ KSRTC എന്നൊരു ആനുകൂല്യം കിട്ടി, അതിൻ്റെ ദാരിദ്ര്യം കൊണ്ട് എന്നും ഇങ്ങനെ കയറി ഇറങ്ങും. ദിവസവും വരും, സാറേ മരിച്ചിട്ട് 3 കൊല്ലമായി, ഒന്നും കിട്ടുന്നില്ല, ഒരു ആനുകൂല്യവും വന്നില്ല. ഇതൊക്കെ വളരെ പ്രയാസമുള്ള, കാരണം KSRTCക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ജൂൺ മാസം 4-ാം തീയതി മുതൽ ഈ പദ്ധതി നിലവിൽ, കഴിഞ്ഞ മാസം വന്നു കഴിഞ്ഞു. ഈ ജൂൺ മാസം 4-ന് ശേഷം നടക്കുന്ന എല്ലാ അപകടങ്ങളിലും മേജറായിട്ട് അപകടം സംഭവിച്ചാൽ 80 ലക്ഷം രൂപ കിട്ടും. അതായത് ഫുള്ളി കിടന്നു പോയി, ആക്സിഡന്റ് ആയ ഒരാൾ കിടന്നു പോയാൽ 1 കോടി രൂപ കിട്ടും. പാർഷ്യലായിട്ട് കയ്യോ കാലോ നഷ്ടപ്പെട്ടു പോയാൽ 80 ലക്ഷം രൂപ കിട്ടും. ഇതുകൂടാതെ ജീവനക്കാർ 1500 രൂപയ്ക്ക് 1 രൂപ കുറവ് അടച്ചാൽ 2 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപയുള്ള ചികിത്സ ഭാര്യയ്ക്കും ഭർത്താവിനും 2 പിള്ളേർക്കും കിട്ടും. കേരളത്തിൽ എവിടെയും ഇല്ല. കേരളത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല ഇങ്ങനത്തെ ഇൻഷുറൻസ്. 3000 രൂപയ്ക്ക് 2500 രൂപയ്ക്ക് 1 രൂപ കുറച്ചടച്ചാൽ 2499 രൂപ അടച്ചാൽ 3 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് സ്വകാര്യ ആശുപത്രിയിലും ലഭിക്കും. ഒരാളെന്നോട് ചോദിച്ചു, പത്രത്തിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പത്രക്കാർക്ക് ഇതല്ലല്ലോ താല്പര്യം, വേറെ വല്ല കുറ്റവും കുറവും പറയാമെങ്കിൽ അത് വളരെ ഫ്രണ്ട് പേര് വരും. ഇത്രയും വലിയൊരു ആനുകൂല്യം, ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ വലിയ ആനുകൂല്യമാണ് ഈ ആനുകൂല്യം എന്ന് പറയുന്നത്. വെറുതെ മരിച്ചാൽ 6 ലക്ഷം രൂപ കിട്ടും. ഈ ആള് വെറുതെ മരിച്ചാലും സർവീസ് ചെയ്താൽ ഇയാൾക്ക് കിട്ടാൻ പോകുന്ന പരമാവധി 6 ലക്ഷം രൂപയാണ്. അത് വേറെ കിട്ടും. ഈ സർവീസൊക്കെ കണക്കൂട്ടി വന്ന് ഈ മരിച്ച ആളിന് ഗവൺമെന്റ് ട്രാൻസ്പോർട്ട് കൊടുക്കാൻ പോകുന്ന 6 ലക്ഷം 7 ലക്ഷം രൂപയായിരിക്കും പരമാവധി. അത്ര തന്നെ ഉണ്ടാവില്ല. പക്ഷെ അല്ലാതെ തന്നെ 6 ലക്ഷം രൂപ മരിച്ചാൽ കിട്ടും. നോർമൽ ആക്സിഡന്റിൽ മരിച്ചാൽ 1 കോടി രൂപ.